ചെക്കന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി എതിരാളികൾക്ക് വധശിക്ഷ സമ്മാനിക്കുന്ന കൊലയാളി സംഘങ്ങളുടെ എണ്ണം ഈ അടുത്ത നാളുകളിൽ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അവർ എവിടെ വേണമെങ്കിലും എത്താം. പാതയോരങ്ങളിൽ, എന്തിനേറെ പറയുന്നു നമ്മുടെ വീടുകളിൽ വരെ. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, ഗുണ്ട സംഘങ്ങൾ. ഈ അടുത്ത നാളുകളിൽ ഗുണ്ട സംഘങ്ങളുടെ നിരവധി വിളയാട്ടങ്ങൾ നാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുകയുണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ദേശീയ പാതയിൽ തന്നെ ഈ അലുവ അതുൽ എന്ന് പറയുന്ന ആ ഒരു ഗുണ്ടയെ എതിരാളികൾ പച്ചയ്ക്ക് വെട്ടിക്കീറുന്ന ആ ഒരു കാഴ്ച, വളരെ ദാരുണമായിട്ടുള്ളൊരു കാഴ്ച കേരളം കണ്ട് ഞെട്ടിയത്. ഇതുപോലെ നിരവധി വാർത്തകളും നിരവധി സംഭവങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കേരളം ഈ ഗുണ്ടകൾക്കൊരു സേഫ് സോണായിട്ട് മാറുന്നത്? ഇത്തരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ന്യൂസ് 18 ന്യൂസ് ചാനലിന്റെ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ടോം കുര്യാക്കോസ്, ഒപ്പം തന്നെ ക്രിമിനോളജിസ്റ്റ് അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ടോം കുര്യാക്കോസ്, അങ്ങ് ന്യൂസ് 18 ചാനലിൽ അങ്ങ് അവതരിപ്പിക്കുന്ന പോലീസ് പാട്രോൾ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംഭവങ്ങൾ അങ്ങ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആദ്യം അതിൻ്റെ ഒരു ചോദ്യം ഇതാണ്. അങ്ങ് പലപ്പോഴും പല ഗുണ്ടാ നേതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്, അവരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളം ഇവരുടെയൊക്കെ ഒരു സേഫ് സോണായിട്ട് മാറുന്നു? ശ്രീ ടോം കുര്യാക്കോസ്. ജോർജ്, കേരളം ഒരു പരിധിവരെയും ഗുണ്ടകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. നമുക്കറിയാം, ഈ സമീപകാലത്തെ പല കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഗുണ്ട ആക്ട് കൊണ്ടുവന്നു. പിന്നീട് അതിനുശേഷം കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുന്ന കർശനമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഈ ഗുണ്ടകൾക്ക് ഇവിടെ വളരാനുള്ള, ഇവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്ന്. ഒരു കാലത്ത് പലപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടല്ലോ, അതിനുവേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേണ്ടി ഗുണ്ടകളെ ഉപയോഗിച്ചാണ് തുടങ്ങിയത്. പിന്നീട് ഇവർ അവരുടെ ഉപജീവന മാർഗമായി ഗുണ്ടാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. അതിനുശേഷം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ ഒരു വെല്ലുവിളിയാകും. നമുക്കറിയാം, ഈ അർജുൻ ആയങ്കിയെ പോലെ രാഷ്ട്രീയ പാർട്ടികളെയും വെല്ലുവിളിക്കുമെന്ന് കണ്ടു കഴിയുമ്പോൾ അവർ പിന്നീട് അവരെ ഇല്ലാതാക്കാൻ നോക്കും. അതാണ് പിന്നീട് പലപ്പോഴും കേരളത്തിൽ നമ്മൾ കാണുന്ന കാര്യം. ഈ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ ദിവസം കൊല്ലം കരുനാഗപ്പള്ളിയിൽ ആ ദൃശ്യം നമ്മളേറെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. കാരണം അത്തരം ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. പട്ടാപ്പകൽ പരസ്യമായി നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ, അതും ഒരു ക്രിമിനലിനെ, ഒരു കൊലക്കേസ് ഒന്നാം പ്രതിയെ, മുഖ്യപ്രതിയെ അലുവ അതുലിനെ കൊലപ്പെടുത്തിയ കാഴ്ച, അതും പോലീസ് സ്റ്റേഷന് വിളിപ്പാടകനെ ആളുകൾ നോക്കി നിൽക്കെ പട്ടാപ്പകലാണ് ഈ രീതിയിലുള്ള ഗുണ്ടാ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നത്. അവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഇത് പോലീസിന്റെ വീഴ്ചയാണ്, ഇന്റലിജൻസിന്റെ വീഴ്ചയാണ്. ഈ അലുവ അതുലിന് നേരെ വധഭീഷണി ഉണ്ട്, അയാൾ തീർത്ത് കളയുമെന്ന രീതിയിലുള്ള വെല്ലുവിളികൾ നേരത്തെ തന്നെ ഉണ്ട്. അത് പോലീസിനും അറിയാം. പോലീസ് സ്റ്റേഷനിൽ പോയി, അതായത് ജിം സന്തോഷ് എന്ന ഒരു കൊടും ക്രിമിനലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഈ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയത് 1 വർഷം ആകാൻ പോവുകയാണ്. അതിന്റെ പക വീട്ടിലാണ് എന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വാർത്ത. പക്ഷെ അതിനപ്പുറം ഈ കൊല്ലം കരുനാഗപ്പള്ളി മേഖല കേന്ദ്രീകരിച്ച് നിരവധി ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവർ തമ്മിൽ ഒരു ചിരവൈരികളാണ്. ഗുണ്ടാ കുടിപ്പുകൾ അരങ്ങേറാറുണ്ട്. അത്തരം മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ട് പോലും അതും പോലീസ് സ്റ്റേഷന് വിളിപ്പാടകൽ, ആ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് മടങ്ങുന്ന വഴി പോലീസ് സ്റ്റേഷൻ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. കേരളത്തില് അത്ര അധികം ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന നാടായി നമ്മുടെ സംസ്ഥാനം മാറുന്നു എന്നത് ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഒരു സാധാരണക്കാരന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഈ കളമശ്ശേരിയിൽ പോലും, കൊച്ചി കളമശ്ശേരിയില് ഒരു ജോലി കഴിഞ്ഞ് പോകുന്ന ഒരു സ്ത്രീക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അവരെ പിടിച്ചുപറി, അവരുടെ സ്വർണം കവരുന്ന സംഭവം ഉണ്ടായത്. അതുപോലെ നമ്മുടെ എനിക്ക് തോന്നുന്നു പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടാകുന്നുണ്ട്, ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടാകുന്നുണ്ട്. ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം, അതൊക്കെ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നത് തന്നെയാണ് ഒരു വസ്തുത. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുപോലുള്ള ഈ അലുവ അതുലിനെ പോലൊരു ക്രിമിനല്, ഈ അലുവ അതുലിന്റെ ഒരു സ്വഭാവ രീതി തന്നെ മറ്റുള്ളവരെ പെടയുമ്പോൾ, അത് ചോര ഒലിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു കൊടും ക്രിമിനലാണ് അലുവ അതുല്. ഈ ജിം സന്തോഷ് നിരവധി ആരാധകരുള്ള ഒരു ഗുണ്ടാ നേതാവായിരുന്നു ജിം സന്തോഷ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പല
ഈ ഗുണ്ടാ തലവന്മാരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഈ തമ്മനം ഷാജി ആയിക്കോട്ടെ, തമ്മനം ഫൈസല്, അല്ലെങ്കിൽ ഓം പ്രകാശ്, അങ്ങനെയുള്ള പല ക്രിമിനലുകളുടെയും നിങ്ങൾ ഫേസ്ബുക്ക് പേജുകൾ പോയി നോക്കിയാൽ മതി. അതല്ലെങ്കിൽ അവരുടെയൊക്കെ ഫാൻസ് പേജ് എന്ന് പറഞ്ഞ് 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉള്ളത്. അവർ വരുമ്പോൾ, അവർ വന്നിറങ്ങുമ്പോൾ, ഒരു പരിപാടികളിലൊക്കെ, പൊതുപരിപാടികളിൽ വന്നിറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന അങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അത് പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഞാൻ ഈ പല ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗുണ്ടകളുടെയൊക്കെ ഫേസ്ബുക്കുകൾ കൃത്യമായി നിരീക്ഷിക്കാറുണ്ട്. കാരണം പരസ്യമായി വെല്ലുവിളിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളുടെ വെല്ലുവിളി. മുൻപൊക്കെ ഫോണിലൂടെ ആണെങ്കിൽ ഇന്ന് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുന്ന രീതിയിലേക്ക് ഗുണ്ടകൾ മാറുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്ന് തുറന്നു പറയേണ്ടി വരും. ഓക്കെ, ഒരു കാര്യം കൂടി സാർ, അതായത് നമുക്കറിയാം, നമ്മളൊക്കെ ഈ മാർക്കറ്റിൽ പോയി ഇറച്ചിയൊക്കെ മേടിക്കുന്നവരാണ്. നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരു കോഴിയെ കൊല്ലുന്നത് പോലും നേരിട്ട് കണ്ട് നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ ക്രൂര ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കൃത്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം ഒരു സഹജീവി ഇങ്ങനെ വെട്ടി കൊല്ലുന്നു, ജീവന് വേണ്ടി പടയുന്നു? അത് ഗുണ്ടയായിക്കോട്ടെ, നിരപരാധി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ പച്ച ചോര കണ്ടിട്ട് അതിൽ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും ഈ കൊലപാതകം നടത്തുന്നു, ക്രൂരകൃത്യങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇവർക്ക് അത് സാധിക്കുന്നത്? അതിന്റെ ഒരു സൈക്കോളജി ഒന്ന് വ്യക്തമാക്കാം. എനിക്ക് തോന്നുന്നു അത് ഇന്ന് തുടങ്ങിയതല്ല. നമുക്കറിയാം, എല്ലാ കാലത്തും മനുഷ്യന്റെ ഉള്ളിലൊരു മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടെന്ന് പൊതുവെ പറയാറുണ്ട്. അത് പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. ഒരാളും നമ്മൾ എപ്പോഴും നിരീക്ഷിക്കാറുള്ള, എനിക്ക് തോന്നുന്നു ഫാദറിന്, അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു ക്രിമിനോളജിസ്റ്റ് ആണ്, കുറച്ചുകൂടി ഈ കാര്യത്തെ കുറിച്ച് വിശദമായി പറയാൻ കഴിയും. ഒരാളും ഒരു ക്രിമിനലായി ജനിക്കുന്നതല്ല. അവരുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാം, അവരുടെ വീട്ടിലെ സാഹചര്യമാകാം, സാമൂഹിക ചുറ്റുപാടുകളാകാം. പല ഈ ക്രിമിനലുകളുടെയും പല ഗുണ്ടകളുടെയും ഒരു പശ്ചാത്തലം ഞാൻ ഇവരെ കുറിച്ച് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളാകാം, വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാകാം പലരെയും ഈ ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് മാറ്റിയത്. കാരണം അവിടെ വീട്ടിൽ കിട്ടാത്ത പരിഗണന ഇതുപോലുള്ള ക്രിമിനൽ പ്രവർത്തനം, ഹീറോയിസം കാണിക്കുമ്പോൾ, അത് ഹീറോയിസം എന്ന് പറയുന്നത് അവരുടെ മുന്നിലെ ഹീറോയിസം, പുതിയ തലമുറയുടെ മുന്നിൽ അത് ഹീറോയിസമാണ്. അങ്ങനെ നെഞ്ചു വിരിച്ചു നിന്ന് വെല്ലുവിളിക്കുക. ഈ അലുവാദുവിന്റെ കാര്യം അതായിരുന്നു, അയാളുടെ രീതി അതായിരുന്നു. നെഞ്ചു വിരിച്ചു നിന്ന് വെല്ലുവിളിക്കുന്ന, ഇയാളെ കൊന്ന കേസിലെ മുഖ്യപ്രതി ഒരു ബ്ലാക്ക് വിഷ്ണുവിന്റെ രീതി ഇതാണ്. പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ചോര കാണുമ്പോൾ അതിൽ ആഘോഷിക്കുന്ന, നൃത്തം ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ നേരത്തെ കൊല്ലപ്പെട്ട ജിം സന്തോഷ് നൃത്തം ചെയ്യുന്ന വീഡിയോ, അതിനുശേഷം അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ അലുവാദുലിന്റെ വീഡിയോ, നൃത്തം ചെയ്യുന്ന വീഡിയോ, അതിലൊക്കെ അവർ ആഘോഷിക്കുക. അതിനുള്ള അവരുടെ ഇൻസ്റ്റഗ്രാം പേജുകളിലെ വ്യൂസും അത് ഷെയർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കേരളത്തില് ഇവരെ ആരാധിക്കുന്ന നിരവധി ഫാൻസുകൾ ഇവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത്രയധികം ഒരു അരാജകത്വത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഈ ചോര കണ്ട്, അത് ചെറിയ ചെറിയ പ്രായം മുതൽ ഒരു ട്രെയിനിങ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കാറുണ്ട്, അവരെ ഈ കോഴി അതല്ലെങ്കിൽ ആടിന്റെയൊക്കെ തലയറുത്ത് അറപ്പ് മാറ്റി, ചോരയുള്ള അറപ്പ് മാറ്റിയാണ് അവരെ ഈ ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഗുണ്ടകളും ഇത് ട്രെയിൻ ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ അവരെ ട്രെയിൻ ചെയ്യുന്നു. ഒരു കൊലക്കേസിൽ പെട്ട് ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഹീറോ പരിവേഷമാണ്. നമ്മൾ സാധാരണ എന്താ, ഒരു ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവരെ അകറ്റി നിർത്തുന്ന സാഹചര്യമായി ഒരു കാലത്തുള്ളതെങ്കിൽ ഇന്ന് അവർക്ക് ഒരു ഹീറോ പരിവേഷം നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ മാറി. അവരെ പിന്നെ വിലക്കെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കാരണം ഈ ഒരു കേസ് പെട്ട് കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരിക്കലും അയാൾ ഒരു നല്ല പ്രവർത്തനത്തിലേക്ക് മാറില്ല. ഒരു ഭൂരിപക്ഷം ക്രിമിനലുകളുടെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും പിന്നെ അവൻ ഈ ജയിലിലെ അവന്റെ സാഹചര്യങ്ങൾ, അവിടുത്തെ ചുറ്റുപാടുകൾ, അവന്റെ സൗഹൃദങ്ങൾ, അത് വീണ്ടും പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് പോകാൻ അവനെ പ്രേരിപ്പിക്കാനുള്ളത്. വ്യക്തമാണ്. ഞാൻ അച്ഛനിലേക്ക് വരും. നേരത്തെ ശ്രീ ടോം സാറ് സൂചിപ്പിച്ച ആ ഒരു ഹീറോയിസം, നമുക്കറിയാം ഇതിനകത്ത് സിനിമകൾക്കൊരു ഇല്ലാത്തൊരു പങ്കില്. പലരും പറയും സിനിമകളൊന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയാം നാടോടിക്കാറ്റ് സിനിമ നമ്മളെ ചിരിപ്പിച്ചു, ഈ സന്ദേശം സിനിമ നമ്മളെ ചിന്തിപ്പിച്ചു, ആകാശദൂത് സിനിമ നമ്മളെ കരയിപ്പിച്ചു. അതുപോലെ തന്നെ ഈ മാർക്കോയും ഈ പണിയും ആവേശവും ഈ സിനിമയൊക്കെ കുട്ടികളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ അക്രമത്തിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയിൽ ഈ കൂട്ടരെ വലിയൊരു ഹീറോ പരിവേഷം നൽകി ആരാധിക്കുവാനുള്ളൊരു പ്രചോദനം ഈ വളർന്നു വരുന്ന തലമുറകൾക്ക് സമ്മാനിക്കാനുള്ള ഒരു സാധ്യതയില്ലേ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി? തീർച്ചയായിട്ടും ടോം സാറ് പറഞ്ഞതുപോലെ ഒരു ഗുണ്ടയായിരിക്കുന്ന ഒരാളെ ഹീറോയായി കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്രമാത്രം ഗുണ്ടകൾ ഉണ്ടാകുന്നു, ഇത്രമാത്രം ക്രിമിനൽ ആക്ടിവിറ്റികൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരെയൊക്കെ അങ്ങോട്ട് മഹത്വവൽക്കരിക്കുകയാണ്. എന്നുവെച്ചാൽ സിനിമകളിലൂടെ കിട്ടുന്ന ഒരു വലിയ പ്രചോദനം. അതായത് സിനിമകളിലെല്ലാം
ചോര കണ്ട് കൊതി മാറുന്ന അല്ലെങ്കിൽ ചോരയുടെ മേൽ നൃത്തം ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവം ഒരു ഹീറോ പരിവേഷത്തോടു കൂടി വരുമ്പോ ഇത് കണ്ടുവരുന്ന അല്പം ക്രിമിനൽ വാസനയുള്ള ഒരാള് സ്വാഭാവികമായി അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഇവൻ നടത്തുന്ന സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരനെ പിടിച്ചിരിക്കുന്നതിൽ നിന്ന് അല്ലെ അവന് കോമ്പസ് വെച്ച് കുത്തുന്നതിൽ നിന്ന് ചെറിയ ചെറിയ രീതിയിൽ ഒരു ക്രിമിനൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഒരു ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്ത് വരുന്ന പോലെ ഒരു ക്രിമിനൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതായത് നിയന്ത്രിക്കാനായിട്ട് കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതായത് അവന്റെ മുമ്പിൽ എത്തിപ്പെടേണ്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്ന ഒരു സൂപ്പർ ഗുണ്ടയുടെ ലക്ഷ്യമാണ്, ഒരു ഹീറോയാ. തന്നെയല്ല കൂട്ടുകാരുടെ മുമ്പിലോട്ട് ചെല്ലുമ്പോഴും അവൻ ഭയങ്കര ഇടിക്കാരന അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്ന് പറയുമ്പോൾ അവനവിടെ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് എത്തപ്പെടുകയാണ്. അവൻ ഇനി ഒരു കെട്ടിടം പണിത് വരുന്നത് പോലെ പതുക്കെ പതുക്കെ ആദ്യം ചെറിയ രീതിയിലുള്ള ഇടി ഉണ്ടാക്കുന്നു, കോമ്പസ് വെച്ച് കുത്തുന്നു, അതിനുശേഷം ചെറിയൊരു ഗുണ്ട സെറ്റപ്പ് ഉണ്ടാക്കുന്നു, പിന്നീട് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു, പിന്നീട് കൊട്ടേഷൻ എടുക്കുന്നു, കൊട്ടേഷൻ എടുത്തിട്ട് ഹീറോ പരിവേഷത്തില് ഇത് ആക്ടിവിറ്റി നടത്തിയിട്ട് അതിന്റെ റീൽസ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ മനസാക്ഷി മാറുന്നു എന്നുള്ളത് അല്പം വേദനയോടുകൂടെ ഒരു ഞെട്ടലോടുകൂടെ തന്നെ തിരിച്ചറിയപ്പെടേണ്ട കാര്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഈ യുവജനങ്ങൾ ശരിയായ രീതിയിൽ മുൻപോട്ട് നയിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ശരിതെറ്റുകൾ വേണ്ടതുപോലെ തിരിച്ചറിയപ്പെട്ട് തെറ്റിനെ തെറ്റാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഒരു ശിക്ഷ കിട്ടുമെന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു അവസ്ഥ കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല. അതിനകത്ത് പോലീസ് എഫ്ഐആർ ഇടുന്നിടത്ത് ആരംഭിക്കുകയാണ്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ വിളിച്ചു പറയാൻ ആളുണ്ട്, സ്വാധീനം ഉണ്ടെങ്കിൽ പോലീസിന്റെ എഫ്ഐആറിനകത്ത് മുതൽ അതിന്റെ വീഴ്ചകൾ ഉണ്ടാകും. അപ്പൊ ഇവർക്ക് കിട്ടും, കൂട്ടത്തിന് ആളുണ്ടെങ്കിൽ എഫ്ഐആറിനകത്ത് ചില പഴുതുകൾ ഉണ്ടാകും. ആ പഴുതുകൾ വെച്ച് പറയാൻ കഴിയാവുന്ന ഒരു കൊള്ളാവുന്ന വക്കീലുണ്ടെങ്കിൽ ആ പഴുതുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇനി എങ്ങാനും ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സുരക്ഷിതമായ ഒരു സങ്കേതം, നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായ ഒരു ഇടം അകത്ത് കിടക്കുമ്പോൾ അതിനകത്ത് ഉള്ളതുകൊണ്ട് അവിടെ കിടന്നു പോലും. ഇന്നാൾ നമ്മൾ കണ്ടില്ലേ ഒരു ക്രിമിനൽ കേസിലെ ഒരു പ്രതി വെല്ലുവിളി കൂടിപ്പോയി കഴിഞ്ഞാൽ 14 ദിവസം അകത്ത് കിടക്കേണ്ടി വരും. 14 വർഷം കിടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വന്ന് ബാക്കി ഞാൻ അടിച്ചുപൊളിച്ച് ജീവിക്കും. അതുപോലെ അകത്ത് പോയിരിക്കുന്ന ആൾക്കാർ വലിയ സംഭവങ്ങളായിട്ട് തിരിച്ചു വന്ന നമ്മുടെ കാരണപർവ്വത കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ കണ്ടു. അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തോട് പറയാണ്ട് കൊടുക്കണം. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പറ്റിയാൽ അതിന്റെ ഉരുക്കൊണ്ട് പോരാൻ പറ്റിയില്ലേ തന്നെ ഇതാ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇനി എങ്ങാനും അകത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ട് കൂടെ എന്നൊരു സന്ദേശം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ കാപ്പ നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നൊക്കെ നമ്മൾ വലിയ ആഘോഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും സാറ് മുമ്പ് പറഞ്ഞതുപോലെ അതായത് 3 കേസുകളിൽ ഒരേ സ്റ്റേഷനിലാണെങ്കിൽ ഒരാളുടെ പേര് ഇത് ആക്രമിക്കാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ് എന്റെ പല കേസുകൾ കിടക്കുന്നതെങ്കിൽ ഈ നിയമം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. തന്നെയല്ല ഈ സ്വാധീനമുള്ളവർക്ക് അതനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെ സമൂഹം തന്നെ ഈ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നു. നമ്മുടെ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ഗുണ്ടകളെ പോലും നമ്മൾ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഫാൻസുകാർ ഉണ്ടെന്ന് ഓർക്കണം. അപ്പൊ അവരുടെ ഫാൻസുകാരായിട്ട് നിൽക്കുന്ന ആളുകൾ അത് സോഷ്യൽ മീഡിയ അവരെ ഫോളോ ചെയ്യുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യുന്നു, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രോഗാതുരമായ സമൂഹത്തിന്റെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങള് ശരിയായ രീതിയിൽ ലീഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥയും ഇപ്പോൾ തന്നെ നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെയും നിയമ സംവിധാനത്തിന്റെയും വീഴ്ചയുമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ നമുക്കറിയാം, ജയിൽ എന്ന് പറയുന്ന ഒരാളെ ശിക്ഷിക്കുക അല്ല ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല, അവനെ നന്നാക്കുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം ഒരിക്കലും നടക്കുന്നില്ല. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളെ അവൻ കൂടുതൽ നല്ല മെത്തഡോളജികൾ പഠിച്ച് എക്സ്പേർട്ടായി പുറത്തേക്ക് ഇറക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പം ആ ഒരു രീതി നമ്മുടെ സിസ്റ്റം മുഴുവൻ, അതായത് ക്രിമിനൽ മാനേജ്മെന്റ് സിസ്റ്റം മുഴുവൻ, അത് 2-3 വർഷം കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, കുറെ കാലമായിട്ട് നമ്മുടെ ഈ ക്രിമിനൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് മുഴുവൻ ഒരു തകർച്ചയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ നിരീക്ഷിക്കാനുള്ളത്. മറ്റൊരു കാര്യം വെച്ചാൽ നമുക്കറിയാം, നേരത്തെ ടോം സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു റീൽസ് സംസ്കാരം നമുക്കറിയാം, ഈ കാണുന്ന 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അതാണ് യഥാർത്ഥ ജീവിതം എന്ന ഒരു മിഥ്യാധാരണ യുവജനങ്ങളുടെ ഇടയിൽ അങ്ങനെ വളരെ വ്യാപകമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു റീൽ സംസ്കാരവും ഈ പറയുന്ന ഒരു ഹീറോയിക് പരിവേഷം ഈ ഗുണ്ടകൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടില്ല. റീൽസ് മാത്രമല്ല, അതായത് റീൽസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതൊരു തുടക്കത്തിൽ തന്നെ ഒരു കൊള്ളാവുന്നൊരു തലവും അതിന്റെ ഒരു മാർക്കറ്റിംഗ് തലമൊക്കെ ഉണ്ടെന്ന് അംഗീകരിച്ചാലും ശരിക്കും ഒരു ഭയങ്കര ബാധ്യതയായിട്ട് സമൂഹത്തിന് മാറിക്കൊണ്ടിരിക്കുക. അതായത് എങ്ങനെയെങ്കിലും എന്റെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ പിള്ളേർ എങ്ങനെയൊക്കെയോ മാറിപ്പോകുന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ആയിക്കോട്ടെ, അതുപോലെ ഷംജിദയുടെ കേസ് നമ്മൾ ഇതേ വേദിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കാണിക്കുന്ന വേറെ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ,
എങ്ങനെയെങ്കിലും നെഗറ്റീവ് അടിച്ച് ഹീറോ ആകാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും ഈ റീൽസുകളിലൂടെയൊക്കെ മാറുക. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു പ്രായമുള്ള ഒരു ചേട്ടൻ പറയുമായിരുന്നു, പിള്ളേരൊക്കെ ഉള്ളപ്പോ ഫേസ്ബുക്കും ഒക്കെ ഒന്ന് തുറക്കാൻ പേടിക്കണം, എന്നതൊക്കെയാണ് അതുങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ റീൽസിന്റെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സാമ്പത്തിക മാനങ്ങൾ മാത്രമല്ല, അത് എങ്ങനെയെങ്കിലും ഹീറോയാകും, അതായത് ഉള്ളിലുള്ള ചില അപകർഷതാബോധങ്ങളും ഒരു എന്താ പറയുക ഫ്രസ്ട്രേഷനും ഒക്കെയാണ് ഒരു പക്ഷെ ഇതിലൂടെ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ പോലും ഇത് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് തീരെ ചെറുതല്ല. അത് നമ്മുടെ കുട്ടികളിൽ മാത്രമല്ല, യുവജനങ്ങളിൽ മാത്രമല്ല, അല്പം പ്രായമായ ആളുകൾ പോലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വെച്ച് എങ്ങനെയെങ്കിലും ശ്രദ്ധ കിട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇതിനെയൊക്കെ ഒരു രോഗാതുരമായ മനസ്സിന്റെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളെ ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ നമ്മുടെ സമൂഹം മാറി എന്നുള്ളതാണ്. നമ്മൾ എല്ലാത്തിനെയും വിശാലമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ആ വിശാലതകൾക്ക് ചില പരിധികൾ ഉണ്ടാകണമായിരുന്നു. ആ പരിധികൾ വിട്ട് നമ്മൾ പോയി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ആ പരിധികൾക്ക് അപ്പുറത്തേക്ക് പോയി എന്നുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ, അതായത് ഞാൻ എന്ത് വൃത്തികേട് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാലും എന്നെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇവിടെ ആളുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മളുടെ ഒരു ചിന്താധാരയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എങ്ങനെയും ഫേമസ് ആവുക, പെട്ടെന്ന് ഫേമസ് ആകാൻ നെഗറ്റിവിറ്റിയാണ് കുറച്ചും കൂടെ നല്ലത്, അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി എനിക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരു ഗൗരവമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. വ്യക്തമാണ്. ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ ടോം കുര്യാക്കോസ്, നമുക്കറിയാം ഈ ഗുണ്ടാ സംഘങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ ഓൾറെഡി ഒരു വെളിവില്ലാത്ത ഗ്രൂപ്പാണ്. ഇവരെ കൂടുതൽ വെളിവില്ലാത്തതാക്കി മാറ്റുന്ന കാര്യത്തിൽ ഈ ഡ്രഗ്സ്, MDMA പോലുള്ള ന്യൂജൻ ലഹരികൾ അത് വലിയൊരു സ്വാധീനം ചെലുത്തുന്നില്ല. ഈ ഡ്രഗ് മാഫിയയുടെ ഒരു ഇടപെടൽ കൂടി ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് കുറെ കൂടി ഒരു പ്രചോദനം നൽകുന്നില്ലേ ശ്രീ ടോം കുര്യാക്കോസ്? തീർച്ചയായും. കാരണം ഈ ഗുണ്ടകള് ഇപ്പോൾ ഒരു കാലത്ത് അവർക്ക് കൃത്യമായ വരുമാനങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നല്ല രീതിയിൽ വരുമാനം കിട്ടുമായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ സർക്കാർ പല പദ്ധതികളും കൊണ്ടുവന്നു. ഗുണ്ടാക്കി അതിനുശേഷം ഈ കാപ്പ ചുമത്തുന്ന നടപടികളെ, അതിനുശേഷം കുറച്ചുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ മറ്റു തലങ്ങളിലേക്ക് മാറി. അതായത് സ്വർണ്ണക്കടത്ത്. ഈ സ്വർണ്ണക്കടത്ത്, ഇപ്പൊ സ്വർണം കടത്തിക്കൊണ്ട് വിദേശ രാജ്യം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ട് അത്ര വലിയ വരുമാനമില്ല. അതിനുശേഷം അവർ ഈ കള്ളപ്പണക്കടത്ത് വന്നു. കള്ളപ്പണക്കടത്തിനും ലാഭം കുറവാണ്. അങ്ങനെയാണ് ഈ ലഹരിക്കടത്തിലേക്ക്, അത് കഞ്ചാവ്, അതല്ലെങ്കിൽ MDMA, ഇപ്പൊ കൊക്കെയിൻ, അല്ലെങ്കിൽ LSD സ്റ്റാമ്പ്, ഇതിന്റെ കടത്തുകളുടെ ഈ ലഹരിക്കടത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റുകളായി, അല്ലെങ്കിൽ ഇടനിലയായി, അല്ലെങ്കിൽ അത് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ആളുകളായി ഗുണ്ടകൾ മാറുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വലിയ രീതിയിൽ കിട്ടുന്ന ലാഭമാണ്. അതായത് എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം ലാഭം. കേരളത്തിലെ ചെറുകിട കടത്തുകളല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, എനിക്കും തായ്ലാന്റിൽ നിന്നടക്കം വ്യാപകമായ രീതിയിൽ കഞ്ചാവും അതുപോലെ സിന്തറ്റിക് ഡ്രഗുകളും കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഇവരുടെ ഒരു പ്രവർത്തന മേഖലയാണ് ഈ ഗുണ്ടകളുടെ. കാരണം ഇവർക്ക് സ്ഥിരമായി വരുമാനമില്ല. നേരത്തെ എന്നോടൊരു ഗുണ്ട, ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ അയാൾ എന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കൽ ഒരു ക്രിമിനൽ കേസിൽ ജയിലിലായ ആൾക്ക് നാട്ടിൽ ആരെങ്കിലും ജോലി തരുമോ? ആരും ജോലി കൊടുക്കില്ല. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയിട്ട് ഒരു വീട്ടിലെ കൂലിപ്പണിക്ക് പോലും അവരെ വിളിക്കുമോ? കാരണം പേടി കാരണം ആരും വിളിക്കില്ല. അപ്പൊ അവന്റെ മുന്നിലുള്ള വഴി എന്താ? എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വരുമാനം സമ്പാദിക്കുക. അതിന് അവർ കണ്ടെത്തുന്ന ഏറ്റവും, കാരണം ഒരു തവണ ജയിലിൽ കിടക്കുന്നതിനെ സംബന്ധിച്ച് അറിയാം. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കൊല്ലത്താണെന്ന് എന്റെ ഓർമ്മ, ഒരു 50 വയസ്സ് പിന്നിട്ടൊരു പുള്ളി, അദ്ദേഹം കുടുംബമൊന്നുമില്ല, ഭാര്യയും മറ്റു കുടുംബമൊന്നുമില്ല. അയാള് ഒരു ബോംബ് ഭീഷണി മുഴക്കി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ മാസമാണ്. അത് കോടതിയിലാണെങ്കിൽ ബോംബ് വെക്കുമെന്ന് അത് ഭീഷണിപ്പെടുത്തി. വ്യാജ ഭീഷണിയായിരുന്നു. അയാൾ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ, എനിക്ക് ജയിലിൽ കടന്നു കഴിഞ്ഞാൽ സുഖമാണല്ലോ, കാരണം പണിയെടുക്കണ്ട, സുഭിക്ഷമായ ജീവിതം, നല്ല ഭക്ഷണമുണ്ട്, അപ്പൊ അവൻ ജയിലിലേക്ക് പോണാ നല്ലത്. പല ക്രിമിനലുകളും ചിന്തിക്കുന്നതാണ്, കുറച്ചു നാള് അവർക്കൊരു വിശ്രമ ജീവിതം എന്ന രീതിയിൽ ജയിലിലേക്ക് പോകും. കാരണം പലപ്പോഴും വിചാരണ തടവുകാരെ സംബന്ധിച്ച് മറ്റു തൊഴിലെടുക്കണ്ട, നല്ല ഭക്ഷണം, സുഭിക്ഷമായ ജീവിതം, ദേഹ അധ്വാനം വേണ്ട, ഇടയ്ക്ക് അവർക്ക് വിശ്രമം, പിന്നീട് ഒന്ന് കുറച്ചു നാളത്തേക്ക് ഒന്ന് പുറത്തിറങ്ങണം തോന്നുമ്പോൾ പുറത്തിറങ്ങാം, വീണ്ടും ക്രിമിനൽ പ്രവർത്തനം. ഇത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചേ, നമ്മുടെ നിയമത്തിന്റെയും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ജയിലുകളിൽ ഈ ക്രിമിനലുകൾക്ക് ഇത്ര അധികം സുഖകരമായിട്ടുള്ള ജീവിതം
സൃഷ്ടിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. കാരണം രാഷ്ട്രീയ തടവുകാരാണ് പല ജയിലുകളിലും കൂടുതലായിട്ടുള്ളത്. അവർക്ക് സുഖകരമായ ജീവിതം ജയിലിൽ ഉറപ്പാക്കേണ്ടത് ഈ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമായി മാറി. അതുകൊണ്ട് തന്നെയാണ് പലരും ചിന്തിക്കുന്നത്, ഇവിടെ കേരളത്തിൽ ഈ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും തൊഴിലില്ല, തൊഴിലുണ്ടേലും കഷ്ടപ്പെടണം. ജയിലിനകത്താണെങ്കിലോ വിചാരണ തടവുകാരാണെങ്കിൽ ജോലി എടുക്കണ്ട, 4 നേരം ആവശ്യത്തിന് ഭക്ഷണം കിട്ടും. അത് മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാ നേരവും ആവശ്യത്തിന് നല്ല ഭക്ഷണവും കിട്ടും. ഞാൻ തിരിച്ചു വരാം. ഞാൻ അച്ഛനിലേക്ക് ഒന്ന് വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റാണ്, അതായത് ഈ ആരും ഈ ഗുണ്ടകളായിട്ട് ജനിക്കുന്നില്ല. ഈ നമുക്കറിയാം ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിയർ പ്രഷർ അല്ലെങ്കിൽ ഈ സുഹൃത്ത് വലയങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ്, അതൊക്കെയാണ് പലരെയും ഈ ഗുണ്ടകൾ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങളിൽ നിന്ന് ഇത് ആരംഭിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഫോർമേഷൻ്റെ ഒരു അഭാവം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ അല്ലെങ്കിൽ ഗുണ്ടകളെ സൃഷ്ടിക്കുന്നതിൽ ഒരു സ്വാധീനം ചെലുത്തുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ഇത്. ഈ ഗുണ്ടകളുടെ ആരംഭം പോലും കുടുംബങ്ങളിൽ നിന്നാണെന്നുള്ളത് പറയാം. അതായത് ഒരു വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടയൽ വീട്ടിലെ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴോ ഒക്കെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പോലും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മാതാപിതാക്കന്മാർ പലപ്പോഴും കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഈ കുട്ടികൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുന്ന പേരൻസിനെ നമ്മൾ ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. ഒരു ചെറുതല്ലേ, തിരിച്ചറിവില്ലാത്തതല്ലേ, അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് ചെയ്തതല്ലേ, പല പല കാരണങ്ങളുടെ പേരില്. അപ്പൊ ഈ കുട്ടികൾക്ക് അവരുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ കഴിയുന്ന സ്പേസ് കുടുംബത്തിൽ കിട്ടുമെന്നുള്ള ഒരു ഇത് കിട്ടുവാണ്. അവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളോ പള്ളിയോ അല്ലെങ്കിൽ പൊതുസമൂഹമോ എവിടെയെങ്കിലും ആകട്ടെ, ഈ കുട്ടികൾ പോയി ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങള് പേരൻസ് ഇത് കൈകാര്യം ചെയ്യുന്ന രീതി അന്നേരം വീണ്ടും എടുത്ത് പറയട്ടെ കേട്ടോ. അതായത് കുടുംബങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തകർന്ന കുടുംബങ്ങളുടെ എണ്ണം ഇന്ന് ഒത്തിരി കൂടുകയാണ്. അതായത് ഡിവോഴ്സ് ആവുന്ന എന്ന് മാത്രമല്ല, ഡിവോഴ്സ് ആകാതെ തന്നെ ഡിവോഴ്സിനേക്കാൾ ഭയാനകമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ അതെല്ലാ സമൂഹത്തിലുണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ കുട്ടികൾ ഒരു സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ കുട്ടികൾ വളർന്നു വരുന്നൊരു സാഹചര്യം നന്നായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഈ കുടുംബത്തിൻ്റെതായ ഒരു സംരക്ഷണവും തിരുത്തലും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ മാതാപിതാക്കന്മാർക്ക് ഉള്ള പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കള്ളുകൂടിയന്റെ മകളാണ്, അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ മകൻ, അല്ലെങ്കിൽ നാട്ടിലെ കൂലിത്തല്ലുകാരന്റെയാണ്, അല്ലെങ്കിൽ മറ്റ് നമ്മൾ പറയാവുന്ന മറ്റു തരത്തിലുള്ള എല്ലാ സാധ്യതകളുടെയും ആ ഒരു ലേബലിലേക്ക് വെച്ച് സ്കൂളിലേക്ക് സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടി റീഡ് ചെയ്യപ്പെടുന്ന അങ്ങനെയാണ്. അവൻ ഇന്ന ആളുടെ മകനാണ്, ഇന്ന വീട്ടിലെയാണ്, അങ്ങനെ ആ രീതിയിലാണ്. അപ്പൊ ഇവനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവൻ അടിച്ചു ഒതുക്കാൻ നോക്കും, വഴക്കുണ്ടാക്കി ജയിക്കാൻ വേണ്ടി നോക്കും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അതുപോലെ തന്നെ അവഗണനകൾ ഏറ്റുവാങ്ങുന്ന കുട്ടികൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതായത് എങ്ങനെയെങ്കിലും, അതായത് ഒരു ടീനേജ് പ്രായം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തില് എന്നെ ശ്രദ്ധിക്കപ്പെടണമെന്നുള്ള ഒരു വല്ലാത്ത ത്വര കുട്ടികൾക്കിടയിലുള്ള ഒരു കാലമാണ്. ടീനേജിന്റെ പ്രത്യേകത അതാണല്ലോ. അതായത് എങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കപ്പെടണം, അത് നല്ലത് കാണിച്ചാലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടി ഞാനിവിടെ ഉണ്ടെന്നുള്ളത് 4 പേര് അറിയണം. അപ്പൊ അന്നേരം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന മുതൽ ബോംബ് എറിയുന്നോടം വരെ, അല്ലെങ്കിൽ മുമ്പേ പോകുന്നവനെ പിടിച്ച് ഇടിക്കുന്നതോടം വരെ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വേറൊരു മോശമായ രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നിടം വരെ അവൻ എങ്ങനെ ചെയ്യുന്നു, അവനെ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്നത് എന്താ? സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പൊ അവനാണ് ക്ലാസ്സിൽ ഹീറോയാ. അപ്പൊ അവനെ സ്വീകരിക്കാനായിട്ട്, അവനെ പരിശീലിപ്പിക്കാൻ വേണ്ടി അവന്റെ ഏജ് ഗ്രൂപ്പിനേക്കാൾ മുമ്പിലുള്ള ഒരു ഗ്രൂപ്പ് പുറത്തുണ്ടാവും. അപ്പം ഈ സാറ് പറഞ്ഞ പോലെ മയക്കുമരുന്ന് രോഗിയൊക്കെ ഇങ്ങനെയുള്ള കാത്തിരിക്കുന്ന കുട്ടികളെയൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പുറത്ത് പറയത്തില്ല, അതുപോലെ പല സംഭവങ്ങളും തന്നെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന ഒരു കുട്ടീനെ മാതാപിതാക്കന്മാര് അല്ലെങ്കിൽ ആ സമൂഹം ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവനെ ചേർത്ത് പിടിക്കാൻ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവന് പറയുന്നത്, ഇപ്പം ഇത് അടുത്ത കഴിഞ്ഞ 2 വർഷം മുമ്പ് കോതമംഗലത്ത് നിന്ന് ഒരു പയ്യന് കിട്ടിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു സാധനം ആലപ്പുഴ കൊണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പോകുന്ന വഴിക്ക് പോലീസ് പിടിച്ചു, ജയിലിലായി. അവൻ എത്തിയായിരുന്നെങ്കിൽ അവന് കിട്ടുമായിരുന്നത് 20,000 രൂപയാണ് 4 പിള്ളേർക്കായിട്ട് കിട്ടുമായിരുന്നത്. അപ്പൊ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കൊച്ചിന്റെ കയ്യിലേക്ക് ഇത്രയും പൈസ കിട്ടുമെന്ന് തോന്നിയാൽ അത്രയും കാലം വരെ 20,000 കണ്ടിട്ട് പോലില്ലാത്ത പിള്ളേർക്ക് ഇത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം എന്തുകൊണ്ട് ജയിലിൽ ഇത്രയും സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഒത്തിരി രാഷ്ട്രീയ തടവുകാരും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ള തടവുകാരും ജയിലിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മട്ടനും ചിക്കനും ഒക്കെ കൂട്ടിയുള്ള
ഭക്ഷണം കൊടുത്ത് ജയിലിൽ പോകുന്നു, അത് മഹത്വവൽക്കരിച്ച് പുറത്തു വരുന്നു. അപ്പൊ ഇതിനകത്ത് പോയാലും കുഴപ്പമുള്ള കാര്യമല്ല എന്നൊരു ചിന്ത ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ജയിൽ ഒരിക്കലും ഒരു നവീകരണത്തിനുള്ള അനുഭവമായിട്ട് മാറുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപൂർവ സംഭവങ്ങളൊക്കെ മനസാന്തരമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ജയിലിൽ നിന്നുണ്ടാകുന്ന ഒരു റീഫോർമേഷൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജയിലുകളിൽ സംഭവിക്കുന്നില്ല. ഒരു കുറ്റവാളിയെ കൂടുതൽ സ്കിൽഫുൾ ആയ ഒരു കുറ്റവാളിയാക്കി മാറ്റാൻ നമ്മുടെ ജയിലുകൾ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പോലീസ്, നമ്മുടെ നിയമ സംവിധാനങ്ങള്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു കെണിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവസാനമായി ശ്രീ ടോം സാറിലേക്ക് ഒരിക്കൽ കൂടി വരിക. നേരത്തെ ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു, അങ്ങേക്ക് അത് തുടരാം. ഒരു കാര്യം അച്ഛനോട് ചോദിച്ച ഒരു പോയിന്റ് കൂടി, അങ്ങ് കുടുംബങ്ങൾക്കൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന വ്യക്തി കൂടിയാണ്. അതിനാൽ തന്നെ ഈ കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു ഫോർമേഷന്റെ ആ ഒരു പോയിന്റ് കൂടി അങ്ങേക്ക് പങ്കുവയ്ക്കാം ശ്രീ ടോം കുര്യാക്കോസ്. തീർച്ചയായും അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഒരു 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 വ്യക്തിയെ ക്രിമിനലാക്കുന്നതിൽ ഒന്നാമത്തെ കാരണം കുടുംബമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ, പല വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അടി, അത് നേരത്തെ ജോർജ് പറഞ്ഞതുപോലെ ഈ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളായിരിക്കാം, ഈ പണി, മുറ, അല്ലെങ്കിൽ ആവേശം പോലുള്ള സിനിമകൾ അവരെ സ്വാധീനിക്കുന്നുണ്ടാകാം. അങ്ങനെ സ്കൂളിലെ സംഘർഷങ്ങൾ പോലും മൊബൈലിൽ ചിത്രീകരിച്ചത് റീൽസ് ആക്കി അത് ആഘോഷിക്കുന്ന ഒരു തലമുറ, അങ്ങനെ ഈ ക്രിമിനൽ പ്രവർത്തനം കണ്ടുവരുന്നു. അത് സ്കൂൾ എന്ത് ചെയ്യും? ഇത് സ്വാഭാവികമായും ഈ മർദ്ദനമേൽക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, പോലീസ് നടപടിയെടുക്കും, സ്കൂളിൽ നിന്ന് പുറത്താക്കും. സ്കൂളിൽ നിന്ന് പുറത്താക്കി കഴിയുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, അവനെ സ്വീകരിക്കാൻ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ ഒരാൾക്കെതിരെ ഒരു 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 ക്രിമിനൽ പ്രവർത്തനം, അവന്റെ അബദ്ധവശാലായിക്കോട്ടെ, ഈ ബോധപൂർവമായിക്കോട്ടെ, ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്തു, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കി, ഒരു ലഹരി കടത്തി. അത് ഈ അടുത്തിടെ ഞങ്ങളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂസ് 18 ഞാൻ ഈ മാന്നാനം കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ ആ പാനൽ ഡിസ്കഷനെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ അവിടെ ആ കോളേജിലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി, അവൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ അവനോട് ചോദിച്ചു, നീ എപ്പോഴെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സാഹചര്യം പറയും, കോളേജിൽ വെച്ച് തന്നെയാണ്. ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ലഹരിയിലേക്ക് പോകാതിരുന്നത്? റോണി എന്ന് പറഞ്ഞൊരു സാറ് കാരണം അന്ന് എന്നെ പുറത്താക്കാൻ, ഞാൻ ഉൾപ്പെടുന്ന ഈ സ്കൂളിലെ കുട്ടികളെ അന്ന് പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. ആ സാറ് പറഞ്ഞു, ഇവരെ പുറത്താക്കരുത്, അവരെ തിരുത്താൻ അവർക്ക് സമയം കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ പിന്നെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അന്ന് അവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയായിരുന്നെങ്കിലോ. നമ്മൾ സാധാരണ ഈ കോളേജുകളുടെ ഈ പറയുന്ന ഗുഡ് വില്ലിനെ ബാധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായ ബാധിക്കാതിരിക്കാൻ, ആ കോളേജിൽ ദുഷ്പേർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒറ്റയടിക്ക് അവർക്കെതിരെ, കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കും. പക്ഷെ നടപടി സ്വീകരിച്ച് അവനെ എവിടേക്ക് ഇറക്കി വിടണം? ഈ ക്രിമിനലുകളുടെ ഇടയിലേക്ക്. അതിനപ്പോ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി ഒരു തവണ ഞാൻ പറഞ്ഞു, മാന്നാനം കോളേജിലെ റോണി സാർ കാരണം എത്ര കുട്ടികളെ രക്ഷപ്പെട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും, വീടുകളിലും അച്ഛനും അമ്മയും ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതി. മാത്രമല്ല, ഇന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞു, എന്താ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത്? അച്ഛനും അമ്മയും തമ്മിലുള്ള സംഘർഷങ്ങൾ, കുടുംബ പ്രശ്നം, അത് നേരിട്ട് കണ്ടു വളരുന്ന കുട്ടികൾ, അവന്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്ത് നല്ല മാതൃകയാണോ? മാത്രമല്ല നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ഇടവകളിലേക്ക്, അല്ല നമ്മുടെ സൺഡേ സ്കൂളുകളിലേക്ക് നല്ല മാതൃകകൾ പറഞ്ഞു കൊടുക്കേണ്ട എത്ര ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. പണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടവക പള്ളിയിലുണ്ടായിരുന്നു, നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് റോൾ മോഡൽ എന്ന് പറയുന്ന എത്ര പേര്. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴാണ്, അല്ലെങ്കിൽ എന്റെ മക്കളോടാണെങ്കിലും പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ ആരെയും കണ്ടല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകണം. നമുക്ക് ഹീറോയിസം എന്ന് പറയുന്നാൽ രണ്ട് രീതി ഹീറോയിസം ഉണ്ട്. നമുക്ക് റീൽസില് കയ്യടി കിട്ടുന്നോ, ഷെയർ കിട്ടുന്നോ, ലൈക്ക് കിട്ടുന്നോ അല്ല ഹീറോയിസം. അതിനപ്പുറം ഈ നെഗറ്റിവിറ്റിയിലൂടെ കിട്ടുന്നത് അല്ല ഹീറോയിസം. നല്ല പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നല്ല പുതിയ തലമുറയ്ക്ക് അങ്ങനെ മാതൃകയാകാൻ പറ്റും, അങ്ങനെ ഹീറോകളാകാൻ പറ്റും എന്നും നമ്മുടെ പുതിയ തലമുറയെ ഉദ്ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ഞാൻ പറഞ്ഞ ഇത് ഇടവകയിലെ വികാരിച്ചമാർക്ക് മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നല്ല രീതിയിൽ നിറവേറ്റാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന വഴിപിഴച്ചു പോകുന്ന പുതിയ തലമുറയെ തിരികെ കൊണ്ടുവരാൻ പറ്റും. അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു ഭൂരിപക്ഷം സമൂഹവും ഇന്ന് ഇരുട്ടിന്റെ ഒരു വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അതിലൊരു പ്രകാശത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് ആത്മീയ തലവന്മാർക്കോ അല്ലെങ്കിൽ ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും നമ്മളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാം ഉത്തരവാദിത്വമുണ്ട്.
തീർച്ചയായും വളരെ വ്യക്തമാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഭരണകൂടങ്ങൾ ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ ചർച്ചയ്ക്ക് എടുത്തത്. നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ സമൂഹത്തിന് സാധിക്കട്ടെ. യഥാർത്ഥ ഹീറോയിസം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ വളർന്നു വരുന്ന തലമുറയ്ക്കും സാധിക്കട്ടെ. ഇത്തരത്തിലുള്ള ഗുണ്ട പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുവാൻ, അതില്ലായ്മ ചെയ്യുവാൻ, അത് മാത്രമല്ല മറിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പുതുതലമുറ ആകർഷകരാകാതിരിക്കുവാനുള്ള നടപടികൾ അത് സ്വീകരിക്കട്ടെ. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, നേരത്തെ ടോം സാർ സൂചിപ്പിച്ചതുപോലെ എല്ലാ തലത്തിൽ സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ടോം കുര്യാക്കോസ്, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, രണ്ടുപേർക്കും നന്ദി.